ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. ഇപ്പം നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ LDC ആയാലും നമ്മുടെ ഖാദി ബോർഡ് LDC ആയാലും ഒരുപോലെ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ്. വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടും. ഇപ്പോൾ കൃത്യമായി നിങ്ങൾ പഠിച്ചു പോവുക. നമ്മളിന്ന് വൈറസ് രോഗങ്ങളാണ്. അതായത് ഈ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ആദ്യം തന്നെ നമ്മൾ ആ വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനൊരു കോഡുണ്ട്. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് റുബെല്ലയും ജപ്പാൻ ജ്വരവും. അതാണ് കോഡ്. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് റുബെല്ലയും ജപ്പാൻ ജ്വരവും. ഇവിടെ DYSP എന്നതിൽ D ഡെങ്കിപ്പനി, Y യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി, S സാർസ് സ്മോൾ പോക്സ് എന്നിവ നമുക്ക് അവിടെ ഉദ്ദേശിക്കാം. P പോളിയോ. അപ്പൊ DYSP എന്നതിൽ ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, സാർസ് അല്ലെങ്കിൽ സ്മോൾ പോക്സ്, അതുപോലെ പോളിയോ. പിന്നെ ജലദോഷവും എന്നിടത്ത് ജലദോഷം. മച്ചമ്പിക്ക് എന്നതിൽ M എന്ന് പറയുന്നത് എന്താണ്? മംസ് അല്ലെങ്കിൽ മുണ്ടിനീര്. എയ്ഡ്സ് അതുപോലെ അരിമ്പാറ. C ചിക്കൻ ഗുനിയ ചിക്കൻ ബോക്സ്. അതുപോലെ H ഹെപ്പറ്റൈറ്റിസ്. E എന്ന് പറയുന്നത് എബോള. M വീണ്ടും ഒരു M വന്നു, അത് മീസിൽസ് ആണ്. അതായത് മംസും മുണ്ടിനീരും മീസിൽസും ഉണ്ട്, അതാണ് M പറയുന്നത്. പിന്നെ P എന്ന് പറയുന്നത് പക്ഷിപ്പനി, പന്നിപ്പനി. പോളിയോ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പക്ഷിപ്പനിയും പന്നിപ്പനിയും. I ഇൻഫ്ലുവൻസ. പിന്നെ റുബെല്ലയും ജപ്പാൻ ജ്വരവും. ഒന്നുകൂടി ഓർക്കുക, DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് റുബെല്ലയും ജപ്പാൻ ജ്വരവും. ഇതാണ് വൈറസ് രോഗങ്ങൾ. നമുക്ക് ഇത്രയും വൈറസ് രോഗങ്ങളാണുള്ളത്. നമുക്ക് ഓരോന്നും നോക്കാം. വൈറസ് രോഗങ്ങൾ നമ്മളിവിടെ ഒരു 4 ബോക്സ് ആക്കിയിട്ടുണ്ട്. ഒന്ന് രോഗം, അതുപോലെ ബാധിക്കുന്ന അവയവം ഏത്, പകരുന്ന മാർഗം ഏത്, സൂക്ഷ്മാണുവിന്റെ പേരേത്, ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ രോഗവും ബാധിക്കുന്ന അവയവവും പകരുന്ന മാർഗവും ഒക്കെ ഇപ്പൊ ചോദിച്ചു കാണുന്നുണ്ട്, ഇതെങ്ങനെയാണ് പകരുന്നതെന്നൊക്കെ. അപ്പൊ അതെല്ലാം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ബോക്സിനെ കുറിച്ചാണ്. ചിക്കൻ ബോക്സ് ബാധിക്കുന്നത് തൊലിയെയാണ്. ഏതിനാണ്? തൊലി. നമ്മുടെ തൊലിയെ ബാധിക്കുന്ന രോഗമാണ് ചിക്കൻ ബോക്സ്. വായുവിലൂടെ പകരുന്ന ഒരു രോഗം കൂടിയാണ് ചിക്കൻ ബോക്സ്. വായുവിലൂടെ പകരുന്ന രോഗമാണ്. ഇനി ചിക്കൻ ബോക്സിന്റെ സൂക്ഷ്മാണുവിന്റെ പേര് ചോദിച്ചാൽ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. അപ്പോൾ ചിക്കൻ ബോക്സ് തൊലിയെ ബാധിക്കും, വായുവിലൂടെ പകരും. വാരിസെല്ല സോസ്റ്റർ വൈറസ് എന്നാണ് സൂക്ഷ്മാണുവിന്റെ പേര്. അടുത്തത് വസൂരിയാണ്. സ്മോൾ പോക്സ് എന്ന് പറയുന്ന വസൂരി ബാധിക്കുന്നത് തൊലിയെ തന്നെ ബാധിക്കും. അതുപോലെ പകരുന്നത് വായുവിലൂടെയോ അല്ലെങ്കിൽ സമ്പർക്കത്തിലൂടെയോ പകരും. വായുവിലൂടെ അല്ലെങ്കിൽ സമ്പർക്കം, ഈ 2 രീതിയിലൂടെ എന്താണ് വസൂരി പകരും. അതുപോലെ സൂക്ഷ്മാണുവിന്റെ പേര് ചോദിച്ചാൽ വാരിയോള. അടുത്തത് ജലദോഷമാണ്. ജലദോഷം ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് നമ്മുടെ ജലദോഷം എന്ന് പറയുന്നത്. വായുവിലൂടെ പകരുന്ന ഒരു രോഗം കൂടിയാണ് ജലദോഷം. ജലദോഷത്തിന്റെ സൂക്ഷ്മാണുവിന്റെ പേര് ചോദിച്ചാൽ റിനോ വൈറസ് എന്നതാണ്. അടുത്തത് അഞ്ചാം പനി ബാധിക്കുന്നത് തൊലിയെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് അഞ്ചാം പനി. പകരുന്നത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന ഒരു രോഗമാണ് അഞ്ചാം പനി. സൂക്ഷ്മാണുവിന്റെ പേര് റുബിയോള വൈറസ് എന്നാണ് സൂക്ഷ്മാണുവിന്റെ പേര്. അപ്പൊ നമ്മൾ ഇവിടെ 4 രോഗത്തെക്കുറിച്ചും അവ ബാധിക്കുന്ന അവയവം ഏതാണ്, പകരുന്ന മാർഗം ഏതാണ്, സൂക്ഷ്മാണുവിന്റെ പേരെന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. PDF നമ്മൾ തരും. അടുത്തത് രോഗം മുണ്ടിനീരാണ്. മുണ്ടിനീര് ബാധിക്കുന്നത് ഉമിനീർ ഗ്രന്ഥിയാണ്. ഏതിനാണ്? ഉമിനീർ ഗ്രന്ഥിയാണ് മുണ്ടിനീര് ബാധിക്കുന്നത്. പകരുന്നത് സമ്പർക്കത്തിലൂടെ പകരും. മുണ്ടിനീര് സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ബാധിക്കുന്നത് ഉമിനീർ ഗ്രന്ഥിയാണ്. സൂക്ഷ്മാണുവിന്റെ പേര് ചോദിച്ചാൽ പാരമിക്സോ വൈറസ് ആണ് ഈ ഒരു മുണ്ടിനീരിന്റെ സൂക്ഷ്മാണുവിന്റെ പേര്. അടുത്തത് പോളിയോ മൈലൈറ്റിസ് ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. പകരുന്നത് സമ്പർക്കത്തിലൂടെയും ജലത്തിലൂടെയും പകരും. സമ്പർക്കം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് പോളിയോ മൈലൈറ്റിസ്. അതുപോലെ പോളിയോ വൈറസ് എന്നതാണ് സൂക്ഷ്മാണുവിന്റെ പേര് പോളിയോ വൈറസ്. മറ്റൊന്ന് പേവിഷബാധയാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പേവിഷബാധ എന്ന് പറയുന്നത്. പകരുന്നത് മൃഗങ്ങളുടെ കടിയോ മാന്തലോ കിട്ടുമ്പോഴാണ് ഇത് പകരുന്നത്. മൃഗങ്ങളുടെ കടിയാലോ മൃഗങ്ങൾ മാന്തിയാലോ പകരുന്ന ഒരു രോഗമാണ് പേവിഷബാധ എന്ന് പറയുന്നത്. പേവിഷബാധ. സൂക്ഷ്മാണുവിന്റെ പേര് ലൈസ വൈറസ് എന്നത് പേവിഷബാധയുടെ സൂക്ഷ്മാണുവിന്റെ പേരാണ്. ഇനി
ഡെങ്കിപ്പനിയാണ് അടുത്തത്. ഡെങ്കിപ്പനി ബാധിക്കുന്നത് പ്ലീഹയാണ്. പ്ലീഹയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി. പ്ലീഹയെ ബാധിക്കുന്ന രോഗം ഡെങ്കിപ്പനിയാണ്. പകരുന്നത് കൊതുക് കടി കൊണ്ടാണ് ഈ ഒരു ഡെങ്കിപ്പനി പകരുന്നത്. കൊതുക് കടി മൂലം പകരുന്ന രോഗമാണ് ഡെങ്കിപ്പനി ബാധിക്കുന്ന പ്ലീഹ. സൂക്ഷ്മാണുവിന്റെ പേര് ആർബോ വൈറസ് എന്നാണ്. ആർബോ വൈറസ് എന്നതാണ് സൂക്ഷ്മാണുവിന്റെ പേര് എന്ന് പറയുന്നത്. സൂക്ഷ്മാണുവിന്റെ പേര് ആർബോ വൈറസ്. അടുത്തത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധത്തെയാണ്, അഥവാ ലിംഫോസൈറ്റ് എന്ന് പറയും. നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റ് ആണ്, അതായത് രോഗപ്രതിരോധത്തെയാണ് ഇത് ബാധിക്കുക. ഇനി പകരുന്ന മാർഗം ചോദിച്ചാൽ രക്തത്തിലൂടെ പകരാം, അതായത് രക്തം കൈമാറ്റം ചെയ്യുമ്പോൾ പകരാം. ഉപകരണങ്ങൾ, അപ്പോൾ സിറിഞ്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ എന്താണ്, അങ്ങനെയുള്ള ഉപകരണങ്ങൾ വഴി അത് പകരാം. പിന്നെ ലൈംഗിക ബന്ധത്തിലൂടെ പകരും. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും പകരും. രക്തത്തിലൂടെ, ഉപകരണങ്ങൾ വഴി, ലൈംഗിക ബന്ധം വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്ന രോഗമാണ് എയ്ഡ്സ്. സൂക്ഷ്മാണുവിന്റെ പേരാണ് HIV. സൂക്ഷ്മാണുവിന്റെ HIV. ഓക്കെ. അടുത്തത് സാർസ് ആണ്. സാർസ് ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. സാർസ് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്നു. പകരുന്നത് വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് സാർസ്. വായുവിലൂടെ പകരുന്ന രോഗമാണ് സാർസ്. വൈറസിന്റെ പേരാണ് കൊറോണ വൈറസ്. നമ്മുടെ കൊറോണ വൈറസ് ആണ് സാർസിന്റെ സൂക്ഷ്മാണു എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണെന്ന് ഓർക്കുക. കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. പകരുന്നത് ജലത്തിലൂടെയും രക്തത്തിലൂടെയും ലൈംഗിക ബന്ധത്തിലൂടെയും പകരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ജലത്തിലൂടെയും രക്തത്തിലൂടെയും ലൈംഗിക ബന്ധത്തിലൂടെയും പകരുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സൂക്ഷ്മാണു ABCDEG വൈറസുകളാണ്. ABCDEG വൈറസുകളാണ് ഈ ഹെപ്പറ്റൈറ്റിസിന്റെ സൂക്ഷ്മാണുക്കൾ. അടുത്തത് പന്നിപ്പനിയാണ്. പന്നിപ്പനി ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയെ തന്നെയാണ്. പന്നിപ്പനി ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ് എന്ന് ഓർക്കുക. പന്നിപ്പനി പകരുന്നത് വായുവിലൂടെയാണ്. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് പന്നിപ്പനി. വായുവിലൂടെ പകരുന്നത് പന്നിപ്പനി. ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്നു. സൂക്ഷ്മാണുവിന്റെ പേര് H1N1 എന്നാണ്. പന്നിപ്പനി H1N1 ഓർക്കുക. പന്നിപ്പനി H1N1, പക്ഷിപ്പനി H5N1. അത് മാറിപ്പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇത് അടുത്തവിടെ പറയുന്നുണ്ട്. പക്ഷിപ്പനിയാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. ബാധിക്കുന്ന അവയവം ശ്വസന വ്യവസ്ഥ. പക്ഷിപ്പനിയും പന്നിപ്പനിയും വായുവിലൂടെ പകരും, ശ്വസന വ്യവസ്ഥയെ ബാധിക്കും. സൂക്ഷ്മാണുവിന്റെ പേര് മാത്രം ചെറിയ മാറ്റമുണ്ട്. പന്നിപ്പനിയാണെങ്കിൽ H1N1, പക്ഷിപ്പനിയാണെങ്കിൽ H5N1 എന്നങ്ങ് ഓർക്കുക. ഓക്കെ. അടുത്തത് ജപ്പാൻ ജ്വരം. ആന്തരാവയവങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ജപ്പാൻ ജ്വരം എന്ന് പറയുന്നത്. ആന്തരാവയവങ്ങളെ ബാധിക്കുന്ന രോഗമാണ് ജപ്പാൻ ജ്വരം. വൈറസിന്റെ പേര് JE വൈറസ് ആണ്. JE വൈറസ് ആണ് ജപ്പാൻ ജ്വരത്തിന് കാരണം. അതുപോലെ റുബെല്ല, ജർമ്മൻ മീസിൽസ്, 3-ഡേ മീസിൽസ് എന്നിവ വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് റുബെല്ല, ജർമ്മൻ മീസിൽസ്, 3-ഡേ മീസിൽസ് എന്ന് പറയുന്നത്. സൂക്ഷ്മാണുവിന്റെ പേര് റുബെല്ല വൈറസ് ആണ്. റുബെല്ല വൈറസ്. അടുത്തത് കൊറോണയാണ്. കൊറോണ നമ്മളെയൊക്കെ കുറേ കാലം പേടിയിൽ നിർത്തിയ, അല്ലെങ്കിൽ പുറത്തിറങ്ങാതെ ആക്കിയ ഒരു സംഭവമാണ് കൊറോണ. ആ കൊറോണ ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് കൊറോണ. സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കൊറോണ. സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്. സൂക്ഷ്മാണുവിന്റെ പേര് കൊറോണ വൈറസ് എന്നാണ്. കൊറോണ വൈറസ് എന്നതാണ് സൂക്ഷ്മാണുവിന്റെ പേര്. ഓക്കെ. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. മറ്റൊന്ന് എബോളയുണ്ട്, അരിമ്പാറയുണ്ട്, മഞ്ഞപ്പനിയുണ്ട്, ഇൻഫ്ലുവൻസയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് റുബെല്ലയും ജപ്പാൻ ജ്വരവും നിങ്ങൾ അത് തന്നെ ഒരു 2, 3, 4 തവണ ആവർത്തിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വൈറസ് രോഗങ്ങൾ അറിയാൻ പറ്റും. വൈറസ് രോഗങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ പിന്നെ ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാകുക. ഒന്നുകിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗങ്ങൾ ഏത് എന്ന്, അല്ലെങ്കിൽ രോഗം ഏത് എന്നൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും തരിക. അപ്പോൾ മറ്റുള്ളവയെ കുറിച്ച് അത്രയധികം ഡെപ്തിലേക്ക് നമുക്ക് പോകണ്ട. പക്ഷെ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലേക്ക് ചോദിച്ചാൽ നമ്മൾ പെടും. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. ആദ്യം തന്നെ നമ്മൾ ഇന്ന് വൈറസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞു. ഇനി നമുക്ക് ബാക്ടീരിയ പഠിക്കണം. അതുപോലെ തന്നെ പ്രോട്ടോസോവ രോഗങ്ങളെ കുറിച്ചും പഠിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന 1-2 ചോദ്യങ്ങൾ വരുന്ന ഏരിയ ആണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയകൾ തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യം കവർ ചെയ്ത് പോവുക. ഏറ്റവും ആദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ചോദ്യങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് പോവും. നമ്മൾ ഈ പരീക്ഷയിൽ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ നൽകുന്നത്. നിങ്ങൾ തരുന്ന നോട്ടുകൾ കൃത്യമായി പഠിക്കുക. ഒരു ദിവസം പോലും നിങ്ങൾ പെൻഡിങ് വെക്കാതെ അന്നന്ന് തന്നെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല റാങ്ക് തന്നെ നേടി നിങ്ങൾക്ക് ഈ ഒരു ജോലി സ്വന്തമാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ നല്ല തയ്യാറെടുപ്പുകൾ നടത്തുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇനി അംഗമായിട്ടില്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന പ്രധാന ചാനലിൽ നിങ്ങൾ അംഗമാവുക. പല കാര്യങ്ങളും നമ്മൾ അതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ നമ്മൾ ഇപ്പോൾ നൽകുന്ന ഇതിൻ്റെയൊക്കെ ഒരു PDF നമ്മൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ മാത്രമേ നൽകൂ. ഇതിന്റെ PDF പെയ്ഡ് ക്ലാസ്സുകാർക്ക് മാത്രമേ ലഭിക്കൂ എന്ന് പറയുകയാണ്. അല്ലാത്തവർക്ക് ഇതിന്റെ ഈ ഒരു PDF നോട്ടുകൾ ലഭ്യമാകുന്നില്ല. വീഡിയോ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇതുപോലെ കിട്ടും, പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ പെയ്ഡ് ക്ലാസ്സുകൾക്ക് മാത്രമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്.